ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. രേണുസുതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. ബട്ട് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഡിസ്കഷൻ കണ്ടിട്ട് ആക്ച്വലി ആസ് എ ഹോമോസാപ്പിയൻസ് അതിൻ്റെ കുലത്തിൽപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഒരു സഹജീവിയോട് തോന്നുന്നൊരു ഇത് മാത്രമാണ്. ഓക്കെ, നമ്മൾ സംസാരിച്ചു പോകുന്ന ഒരുപാട് വിഷയങ്ങൾ, അതിനകത്ത് ഈ ഒരു വിഷയം മാത്രം ഇങ്ങനെ മറ്റൊരു തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം. ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ടിൻ്റെ അനുപല്ലവിയാണ് ഒന്ന് മറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ള മനക്കണ്ണടയ്ക്കാൻ കഴിഞ്ഞ അതിൻ്റെ അകത്തൊരു അനുപല്ലവി വരുന്നുണ്ട്. ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ പുറംപോക്കിൽ. വരികൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ പുറംപോക്കിൽ വാടി വരളും പാഴ്ചെടിയിൽ, ജീവിതത്തിൻ്റെ പുറംപോക്കിൽ വാടി വരളും പാഴ്ചെടിയിൽ വിടന്നതെന്തിനു വെറുതെ നിങ്ങൾ തീരാനോവിൻ ശാപങ്ങളെ, വിസ്മൃതിയിൽ വേദനയിൽ വീണകിനാവുകളെ ഒന്നു മറക്കാൻ കഴിഞ്ഞെങ്കിൽ മനക്കണ്ണടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സംടൈംസ് നമുക്ക് ജീവിതം തന്നെ നമുക്ക് വേണ്ടെന്ന് തോന്നിപ്പോകും. കാരണം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും സന്തോഷം നമ്മൾ തേടിയെത്തില്ല. ഒരുപാട് ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൻ്റെ ഇടയിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് വളരെയധികം വേദനകൾ അനുഭവിച്ച് കഷ്ടപ്പാടും പരിവട്ടമാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരാനൊക്കെ ശ്രമിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ടാവും അതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ പ്രതിബന്ധങ്ങൾ ഓരോന്ന് പിന്നോട്ട് വലിച്ച് താഴേക്കിടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മോചനമില്ലല്ലോ ഈ വേദനയിൽ നിന്നും, ഈ കഷ്ടപ്പാടിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും ഒരു മോചനമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു മനുഷ്യനെത്തുന്ന അവസാനത്തെ പോയിൻ്റാണ് ഞാൻ നേരത്തെ പാടിയ വരികളിലുള്ളത്. ഒന്ന് മറക്കാൻ കഴിഞ്ഞെങ്കിൽ, മനക്കണ്ണടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മൾ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മളെ അലട്ടുന്ന വേദനകൾ. ഈ വേദനകളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു വേദന വിചാരങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു മഹാരോഗം പിടിപെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ, ഇത് മനസ്സിലാക്കുന്നൊരു മനുഷ്യന്മാരുടെ അടുത്താണ് ഈ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഉണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് അതിനകത്ത് ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു എന്തോ ഒരു ബില്ല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ് ലൈസൻസ് നമ്പറിനെയൊക്കെ തെറ്റിദ്ധരിച്ച് 2001 എന്തോ ഒരു ബില്ലൊക്കെ കൊണ്ടുവന്ന് പറ്റിച്ചു, മറ്റത് മറിച്ചത്. ഇത് നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കണമെന്നാണ് പറയുന്നത് പലരും കമൻറ്റ് ബോക്സുകളിലൊക്കെ. അതായത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടത്, നാട്ടുകാരെ പറ്റിക്കുന്ന എന്തിനാണ്? ഈ നാട്ടുകാരെങ്കിലും അവർ കൊടുത്തു. ഈ നാട്ടുകാർ എന്ന് പറയപ്പെടുന്ന ഇവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇവരെ കൊല്ലാക്കൊല ചെയ്ത് പുറകെ നടക്കുന്ന സോ കോൾഡ് മനുഷ്യന്മാരുടെ ഇന്ന് അവർ 1 രൂപ വാങ്ങിച്ചു. ആരെയാണ് അവർ ബോധിപ്പിക്കേണ്ടത്? അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അവരുടെ അടുത്ത് പറഞ്ഞു, പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വയ്ക്കാത്തത്. എന്തോ എഡിറ്റിംഗ് നോളജൊക്കെ ഉള്ളൊരു വലിയ സംഭവത്തിൻ്റെ അകത്തുള്ള ആൾക്കാരാണ് അവർ വരുന്നു, കാണിക്കുന്നു, ബില്ല് കാണിച്ച് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നോക്കാമല്ലോ. മനുഷ്യരാകൂ എന്നുള്ള കാര്യം പറഞ്ഞ് താല്പര്യമില്ല, പോട്ടെ. ഇതൊക്കെ കാലഘട്ടം തെളിയിക്കേണ്ടതാണ്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഇതുണ്ട്. കാലഘട്ടം നമ്മളിങ്ങനെ അകാരണമായി കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം നമ്മൾ അതിനെക്കാട്ടിൽ അപ്പുറം കരയേണ്ട സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ സാമ്പത്തിക വരുമാനം ഉണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, ഇപ്പോൾ ഭയങ്കര സുഖം, ഇപ്പോൾ ഭയങ്കര സെറ്റപ്പൊക്കെ ആവും. ഇതൊക്കെ തകരാനും തളർന്ന് വീഴാനും ഒരുപാട് നേരമൊന്നും വേണ്ടെന്നേ. എത്രയോ പേരുടെ ലൈഫാണ് കണ്ടിരിക്കുന്നത്, ഒരുപാട് പേരുടെ ലൈഫാണ്. ഈ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ, രേണുസുതിയുടെ ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ, ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു പുള്ളിക്കാരത്തി എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചു. സാധാരണ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ അകത്തുള്ള മെസ്സേജ് അങ്ങനെ നോക്കാറില്ല. എന്തോ അവിചാരിതമായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ മെസ്സഞ്ചറിലേക്ക് പോയി. ആ മെസ്സഞ്ചറിൻ്റെ അകത്ത് ഈ മെസ്സേജ് അവർ അയച്ചിരിക്കുന്നത് ഇത് ആര് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് അവർ ചോദിക്കുന്നത്. അതായത് ഈ പർട്ടിക്കുലർ വീഡിയോ ഇത് ആർക്ക് കാണാനാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഞാൻ ഇട്ടേക്കുന്ന ഈ രേണുസുതി റിലേറ്റഡ് വീഡിയോ ഇത് നിങ്ങൾ ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കണമെന്ന് അവരുടെ ചോദ്യം. ഓക്കെ, അവർ എന്നിട്ട് അത് ഒരു ഡീറ്റെയിൽ ഇപ്പോൾ ഇതാണ് ആ വീഡിയോ.
ഈ സാധനം എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട വീഡിയോ. ഇതിനകത്ത് ഇവർ ചോദിച്ചേക്കുന്നത് എൻ്റെ അടുത്ത്, ഇതാര് കാണാനാണ് നിങ്ങൾ ഈ വീഡിയോ ഇട്ടതെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വ്യൂവേഴ്സ്. ഇതൊക്കെ ആർക്ക് കാണാനാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു വ്യൂവേഴ്സ്. എന്നിട്ട് അവർ കുറേ വോയിസ് അതിനകത്ത് പ്ലേ ചെയ്തു. ഞാനിതിവിടെ പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് വിത്തൗട്ട് എനി കൺസെൻറ്റ് ഒരാളുടെ ഇപ്പോൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യത്തിൻ്റെ അടുത്ത് പബ്ലിക്കാക്കി ആ വോയിസിനൊന്നും ഞാൻ പുറത്തെടുത്ത് വിടുന്നില്ല. ഇതിനകത്ത് ഈ സ്ത്രീ അടക്കം ഒരുപാട് മനുഷ്യരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. അവിടെ ഒരു മറുപടി അവർ അർഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. അതായത് അവരതിനകത്ത് പറഞ്ഞു പോകുന്നത്, നിങ്ങളടക്കമുള്ള ഗ്രൂപ്പ്, നിങ്ങളടക്കമുള്ള ഈ യൂട്യൂബിലെ എന്താണ് ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ, യൂട്യൂബേഴ്സ് എല്ലാം ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നത്. അതിനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ് ഇവരൊക്കെ നിർത്തിച്ചൂടെ? ഈ പറയുന്ന ഈ സ്ത്രീ കേൾക്കാനടക്കം നിങ്ങൾ പലരും കേൾക്കാൻ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തും ഭാഗമല്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് പല ആൾക്കാരുടെ കാര്യം എനിക്കറിയത്തില്ല, അറിയാത്ത കാര്യം പറയാനും പാടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഇതിനകത്ത് ഏത് ഗ്രൂപ്പിൻ്റെ അകത്താണ്, ഏതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഇന്നൊരു ഗ്രൂപ്പുണ്ട്, ക്രിയേറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണം. ഞാനുണ്ടെങ്കിൽ. എന്തായാലും ഞാനില്ല. അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിനകത്ത് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യുന്ന എല്ലാം അവർ സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അവർ എന്നോട് പറയുന്നത്, ഈ യൂട്യൂബിൻ്റെ അകത്ത് മറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന എല്ലാവരോടും പറയണം ഇത് നിർത്താൻ, ഈ ഒരു കണ്ടൻറ്റ് നിർത്താൻ. എന്നിട്ട് ഈ സ്ത്രീയെ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ അപ്പോൾ ആലോചിച്ചു, ഇവരുടെ ഫ്രസ്ട്രേഷൻ എത്രമാത്രമാണ് ഈ ടുവേഡ്സ് രേണുസുതി. അവരോട് എന്തുമാത്രം വെറുപ്പാണുള്ളത്. രേണുസുതിയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവാം എന്തിൻ്റെ കാരണത്താൽ. രേണുസുതി ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന സോക്കോൾഡ് ഈ തുണിയില്ലാത്തതിൻ്റെ പേരിൽ, തുണി ഇല്ലാതെ നടക്കുന്നതൊക്കെയാണല്ലോ പറയുന്നത്. ഓക്കെ, പോട്ടെ. സിനിമാ നടിമാരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഇന്ന് നമ്മൾ മലയാളികൾ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കിയിട്ട് ചേച്ചി എന്നടക്കം വിളിക്കുന്ന പല ആൾക്കാരടക്കം അവരുടെ പഴയകാല പുതിയ കാല പല വീഡിയോസിൻ്റെ അകത്തും സിനിമകളിൽ അവർ അഭിനയിച്ച സമയത്ത് ഇതിനെക്കാട്ടിൽ അപ്പുറമുള്ള കാര്യങ്ങൾ അഭിനയിച്ചപ്പോഴും അവരെന്നും ഇവർക്കൊക്കെ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ രേണുസുതി ഇവിടെ തെറ്റുകാരിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രേണുസുതി ഇപ്പം ക്യാൻസറിൻ്റെ പേരും പറഞ്ഞ് പണപ്പിരിവ് നടത്തി. ആരടുത്ത് പണപ്പിരിവ് നടത്തി? നിങ്ങളാരും കൊടുത്തോ? അവരെവിടെയെങ്കിലും മറ്റേ ഈ QR കോഡ് നോക്കിയിട്ട് എനിക്ക് പൈസ അയച്ചു തരുമെന്ന് പറഞ്ഞു? അവരെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയേണ്ട കാര്യമുണ്ടോ? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾക്കൊന്നും ഇങ്ങനെയൊക്കെയുള്ള രോഗം നിങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ കേട്ടോ. മനുഷ്യനാണ്. ഓക്കെ, മനുഷ്യന് നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്ന തെറ്റ്, അല്ലെങ്കിൽ അവരോട് ഇതൊക്കെ തോന്നുന്നതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, മാനുഷികമാണ്. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയൊന്നുമല്ല. സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനെല്ലാം പല പ്രതികരണങ്ങളുണ്ടാകും എന്ന് കരുതി ഒരാളെ നിരന്തരം വേട്ടയാടാതെ ആ തലമുടി മുണ്ടനം ചെയ്തതിനെക്കുറിച്ച് അവർ അടുത്ത ഡ്രാമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. ചെയ്തതിനൊക്കെ തിരിച്ചു കിട്ടുള്ളൂ. ഈ അസുഖം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ തെറ്റല്ലതാവത്തില്ല. എന്ത് തെറ്റാണോ ചെയ്തത് എന്ന് പറഞ്ഞു തരൂ. എന്ത് തെറ്റാണ് രേണുസുതി ചെയ്തത്? എന്തൊക്കെ ആരോപണങ്ങൾ അവർക്കെതിരെ കൊണ്ടുവന്നു? 34 വയസ്സ് മാത്രം പ്രായമുള്ളൊരു സ്ത്രീ. ഇതിനു മുമ്പേ സാധാരണ നിങ്ങളെപ്പോലുള്ള ഈ കമൻറ്റ് ഇടുന്ന കമൻറ്റോളികളുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിനു മുമ്പേ നിങ്ങളൊക്കെ സൂയിസൈഡ് 10 പ്രാവശ്യം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ആ സ്ത്രീ ആയതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നു. ഒരു ഇത്തിരി പോകുന്ന അടയ്ക്കാക്കുരിയിൽ അത്രയുള്ളൊരു സ്ത്രീയെക്കുറിച്ചാണ് ഇന്ന് ലോകത്തില്ലാത്ത എല്ലാ സംഭവങ്ങളും അവരുടെ മേലിൽ ആരോപിക്കുന്നത്. നിങ്ങൾക്കൊക്കെ രാവിലെ ഉറക്കമെണീക്കുന്ന സമയത്ത് ഒരു ഫ്രസ്ട്രേഷനാണ്. ആ ഫ്രസ്ട്രേഷൻ ആരുടെയെങ്കിലും പുറത്തങ്ങോട്ട് കയറ്റി വെക്കണം. ഒന്നുകിൽ ഒരു രേണുസുതി അല്ലെങ്കിൽ XOR ആരെങ്കിലും അവരങ്ങോട്ട് കിട്ടണം, അങ്ങ് കൊല വിളിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ദാറ്റ് ഇസ് സാഡിസ്റ്റിക് മൈൻഡ് സെറ്റ്, ദാറ്റ് ഇസ് സൈക്കോപാത്തിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ്. അത് പക്ക. ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കൺട്രോൾ ചെയ്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കും. ബട്ട് ഇനി അറിയില്ല, ചിലപ്പോൾ ഇനി കൺട്രോൾ തെറ്റി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. എങ്കിൽ ആ സമയത്ത് പണ്ടത്തെ രീതിയിലേക്ക് ചിലപ്പോൾ തിരിച്ചും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നതിനൊന്നും വിട്ടുപോകുന്നൊരു സ്വഭാവവും അന്നുമില്ല ഇന്നുമില്ല. പിന്നെ ഈ സംയമനം പാലിക്കുന്നത്, മിതത്വം പാലിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് രേണുസുതിയോടുള്ള നിങ്ങളുടെ വെറുപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞ ആ വീഡിയോക്കകത്തും പറഞ്ഞൊരു കാര്യം തന്നെ ഈ വീഡിയോക്കകത്തും പറയാനുള്ളത്. അവർ ഈ ഒരു അസുഖം മാറിയിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യും. യുദ്ധമുഖത്ത് വീണ ആയുധം നഷ്ടപ്പെട്ടവരോട് ഒരു യുദ്ധത്തിലുള്ള പോരാളികളും ഏത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും ഒരിക്കലും ചെന്ന് യുദ്ധം ചെയ്യാറില്ല. ആയുധം നഷ്ടപ്പെട്ടവനെ അപലനായിട്ടാണ് കാണുന്നത്. അവൻ്റെ പിന്നെ ആയുധമില്ലെങ്കിൽ അവനെ യുദ്ധം ചെയ്യരുത്. അത് യുദ്ധനീതിക്ക് യുദ്ധതന്ത്രത്തിന് വിരുദ്ധമാണ്. ചതിയിലൂടെയുള്ള ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കുരുക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട്. അത് കർണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരും അല്ലേ, തേര് പൊക്കുന്നതിനിടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ രേണുസുതിയൊക്കെ ഈ കല്ലെറിയുന്നവരെന്ന് പറയൂ. നിങ്ങൾ രേണുസുതിയെ കല്ലെറിയുന്നതിലൂടെ എന്ത് ധർമ്മ സംസ്ഥാപനാർത്ഥം, എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നൊരു മെസ്സേജ്? ക്യാൻസർ എന്നുള്ളൊരു മഹാരോഗം വന്ന് വീണ് കിടക്കുന്നവർ അതിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മുഴകളോ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വരുമ്പോഴേക്കും ഇത് ക്യാൻസർസ് ആണോ എന്നറിയാം ബയോപ്സി എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ തന്നെ തുടങ്ങും ചില മനുഷ്യന്മാരുടെ അവരുടെ ഉള്ളു കടന്ന് ഇടിക്കും. ക്യാൻസർ എന്ന പേര് കേൾക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കത്തില്ല.
നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അവിടെ ഇവിടെ ഉണ്ടാകുന്ന പല വേദനകൾ പിന്നീട് ഫ്യൂച്ചറിൽ ക്യാൻസറസ് ആവാൻ സാധ്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ചെക്ക് ചെയ്യാൻ, ആ ചെക്കപ്പ് ചെയ്യാൻ, ആ ബയോപ്സി എടുത്ത് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലും നിങ്ങളൊക്കെ ഉള്ളൊന്ന് പിടയ്ക്കും ഇല്ലേ? അങ്ങനെയാണ് മനുഷ്യർ. പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യമാകുമ്പോൾ അവനെക്കുറിച്ച് ഇങ്ങനെ പറയാം. ഇത് ക്രൂരതയാണ് മനുഷ്യരെ, ഇത് ക്രൂരതയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് നേട്ടം, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്ത് നേട്ടം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. സീരിയസ്ലി. വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ല, അതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ആ എഴുതി വയ്ക്കുന്നതിനകത്തൊക്കെ ഒരു മിതത്വം പാലിക്കണ്ടേ? എന്തൊക്കെയാണ് പറയുന്നത്? അവളെ നാക്ക് ശരിയല്ല, മറ്റത് ശരിയല്ല. ഈ സ്റ്റേബിൾ മൈൻഡ് സെറ്റിലാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് പോകും. നിങ്ങളുടെ കാലം പറഞ്ഞു അവർ സംസാരം കണ്ടില്ല, അവളെ വർത്തമാനം കണ്ടില്ല, ക്യാൻസറാണോ അവൾക്ക്? നിങ്ങളൊരു റൂമിൽ ഇപ്പം നിങ്ങൾ അവരുടെ മേൽ ആരോപിക്കുന്ന മറ്റൊരു കുറ്റം, ഫോൺ ഉപയോഗിക്കുന്നു. ഓക്കെ, ഡോക്ടർ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ഫോൺ ഉപയോഗിക്കരുത്. ചിലപ്പോൾ ഒരു ഫോൺ ചിലപ്പോൾ ഉപയോഗിച്ചെന്നാവാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗം, മഹാരോഗം പിടിപെട്ട് കിടക്കുന്ന ഒരു സ്ത്രീ, അവർ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് പുറം ലോകമായിട്ടോ മറ്റുള്ള ആൾക്കാരായിട്ടോ ഒന്നുമില്ല, ആ വീട്ടിൻ്റെ അകത്തുള്ളവർ മാത്രമായിരിക്കും, സ്വാഭാവികമായിട്ടും മ്ലാനമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നിൽക്കുന്നത്. ആ സ്ത്രീക്ക് എന്താണ് ആ ജീവിതത്തിൻ്റെ ഒരർത്ഥം കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ? ഒരു ബന്ധം വേണ്ടേ? അത് ചിലപ്പോൾ ഫോൺ നോക്കുമായിരിക്കും. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് തെറ്റ്? അത് ഡോക്ടർ പറയും. പിന്നെ ആ കയ്യിൽ കെട്ടിയിട്ട് എൻ്റെ പേരെനിക്ക് മനസ്സ് മറന്നുപോയി. ക്രൂരതയാണ് മനുഷ്യരെ, ഇത് ക്രൂരതയാണ്. കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് ഒരു പ്രാവിനെ ഒരുത്തൻ ജീവനോടെ കൊണ്ടുവന്നിട്ട് പിന്നീട് അതിനെ കൊന്ന് അതിനെ കറി വയ്ക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഈ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ഇവനെ പെട്ടെന്ന് കൊല്ലണം, കൊല്ലാക്കൊല ചെയ്യണം, അതായത് ഇവനെ എവിടെ കിട്ടിയാലും അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം. ബട്ട് ഈ കമൻറ്റ് ബോക്സ് തന്നെ പുള്ളി ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രാവിനെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു പ്രാവാണ്, ആ പ്രാവിനെ ഞാൻ ഫ്രൈ ചെയ്ത് കഴിച്ചു. ഇത് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും പ്രാവിനെയോ എന്ന് തോന്നും. ബിക്കോസ് എന്താണ്, നമ്മൾ പ്രാവിനെ സാധാരണ ഭക്ഷിക്കുന്നൊരു ശീലം നമുക്കില്ല. പക്ഷേ ഈ പ്രാവിനെ ഇത് എന്താണ് വിൽപ്പന, നമ്മുടെ ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രാവിനെയാണ് ആൾ ഇത് ചെയ്ത് തമിഴ്നാട്ടിലുള്ള ഒരാളെന്ന് തോന്നും. അതാണ് പുള്ളിക്കാരൻ. അല്ലാതെ തെരുവിലുള്ള അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ വളർത്തുന്ന പ്രാവിനൊന്നും അടിച്ചുകൊണ്ട് പോയി കൊന്ന് കറി വെച്ച് കഴിച്ചതല്ല. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രാവിൽ കണ്ട വേദന നിങ്ങൾക്ക് എന്തുകൊണ്ട് കോഴിയിൽ കാണാൻ കഴിയാതെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് മുട്ടയിൽ കാണാൻ കഴിയാതെ പോയി? കാരണം മുട്ട എന്ന് വെച്ചൊരു ഭ്രൂണമല്ലേ, അതിനകത്തൊരു കുഞ്ഞല്ലേ ഉള്ളത്, ഒരു കൊച്ചു കുഞ്ഞല്ലേ, പിഞ്ചു കുഞ്ഞ് ഗർഭാവസ്ഥ ഇരിക്കുന്നത് പോലെ അതിനകത്തൊരു കുഞ്ഞുണ്ട്. എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോയി? എന്തേ ഈ കോഴികളെക്കുറിച്ച് ചിന്തിക്കാതെ പോയി? ജീവനുള്ളതല്ലേ, അത് ഭാര്യയും ഭർത്താവും അമ്മയും മകളോ മകനോ ഒക്കെ ആയിട്ടുള്ള ജീവിക്കുന്ന ഒരു അച്ഛനൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചതായിരിക്കും. അതിനൊക്കെ ഒന്ന് തിന്നുന്നതിലോ നമുക്കൊരു മാന്യതയില്ല. പിന്നെ ബീഫ്, ചിക്കൻ, ബീഫ്, ആട്, ഇതെല്ലാത്തിനും നമ്മൾ കൊന്ന് കഴിക്കാറുണ്ടല്ലോ. അതെന്താ, അതിനൊന്നും പ്രശ്നമില്ലാത്ത എന്താ? ടർക്കി കോഴിയൊക്കെ നമ്മൾ തിന്നാറുണ്ടല്ലോ. അതിലൊന്നും ഇല്ലാത്ത കാര്യം എന്തിനാണ് പ്രാവിൽ മാത്രം കണ്ടത്? അപ്പോൾ ഒരു മനുഷ്യന് ഒരു കാരണം, എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ അവൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം മതി, ചിന്താഗതിയുടെ തീരുമാനങ്ങൾ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീ എന്നോട് ഇൻബോക്സിൽ പറഞ്ഞൊരു കാര്യം, അതായത് നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാമെന്ന്, വേറെ എന്തെല്ലാം വിഷയമുണ്ടെന്ന്. അവരുടെ ആവശ്യം എന്താ? ഇതേ സ്ത്രീയെക്കുറിച്ച് വളരെ അങ്ങേയറ്റം മോശവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഇവർ, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും, നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം. ഓക്കെ, നിങ്ങളുടെ ഈ ഇൻബോക്സ് മെസ്സേജ് അല്ല, നിങ്ങൾ ഇവിടെ കമൻറ്റ് ഇടും. നിങ്ങളുടെ വോയിസ് മൊത്തത്തിൽ ഇതാടപ്പുണ്ട് ഇവിടെ. എന്തൊക്കെയാണ് പറഞ്ഞത്? എത്ര മോശമായിട്ടാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞവരെ? ആ ഫ്രസ്ട്രേഷൻ മൊത്തം അങ്ങ് തീർക്കുക. ഇവിടെ രേണുസുധിയെ വിമർശിക്കേണ്ട സമയങ്ങളിൽ പണ്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം വിമർശനം അവർ അതിര് കടന്ന വിമർശനത്തിലൂടെ അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന തോന്നൽ വന്ന സമയത്ത് ഞാനും കൂടെ എൻ്റെ അമ്പും കൂടെ അങ്ങോട്ട് ചെന്ന് കയറേണ്ടെന്ന് കരുതി തന്നെയാണ് ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് ഞാൻ വലിയ മനുഷ്യനാണ്, നന്മയുടെ നിറകുടമാണെന്നൊന്നും അല്ല. ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആരുടെ നല്ല വട്ടങ്ങളൊന്നും വേണ്ട. നല്ലത് കേട്ടും നല്ലത് മറ്റുള്ളവരുടെ കയ്യടി കേട്ടിട്ടൊന്നും വന്നൊരാളല്ലോ ഞാൻ. അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. അത് എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം ചെയ്യേണ്ടതും ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നന്മയുടെ നിറകുടമൊന്നും അല്ല ഞാൻ. അതെന്നെ അറിയുന്നവർക്കും അറിയാം. പക്ഷേ അതിൽ കടന്നു പോകുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. വേണമെന്നുള്ളവർക്ക് കേൾക്കാം. ഇത് വെറുതെ പറയുന്നു. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ വന്നുകൊണ്ടാണ്. ആ സ്ത്രീ റിക്കവറായി വരട്ടെ, എന്നിട്ട് പറ. പക്ഷേ രേണുസുധിയുടെ കോണ്ടന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, രേണുസുധിയുടെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു
മാംസം തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ വീഡിയോസ് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചില സാഡിസ്റ്റുകളുണ്ട്. മനുഷ്യനെ, അത് കാനിബൽ എന്ന് പറയുമല്ലോ, മനുഷ്യനെ തിന്നുന്ന എന്താണ്, നരമാംസം തിന്നുന്ന ആൾക്കാർ, സ്വന്തം വംശത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ തിന്നുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോക്കലിപ്റ്റ് സിനിമ ഉണ്ടല്ലേ, അതിനകത്തുള്ളതുപോലെ തന്നെ ഇപ്പം അപ്പുറത്തെ ഗോത്രത്തിലുള്ളവർ ഇപ്പുറത്തെ ഗോത്രത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവരെ ബലി കൊടുക്കുന്നു, കൊല്ലുന്നു, തിന്നുന്നു. അതുപോലെ നമ്മുടെ വംശത്തിൽ നിന്നുള്ള ഒന്നിനെ അങ്ങ് കൊല്ലാതെ തിന്നണം, പച്ചയ്ക്ക് അങ്ങ് തിന്നണം. അത് തന്നെ. ഇന്ന് ഞാൻ നാളെ നീ. ഇന്നവർ വീഴുന്ന വീഴ്ച കണ്ടിട്ട് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നവർക്ക് നാളത്തെ നിങ്ങളുടെ വീഴ്ച കണ്ടിട്ട് ആരൊക്കെ ചിരിക്കുമെന്നും കൈയടിക്കുമെന്നൊക്കെയുള്ള കാത്തിരുന്നിനെ കാണണം കേട്ടോ. കാലം കരുതി വെച്ച കാവ്യ നീതി എന്നുള്ള കാര്യം കാലത്തിൽ എപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ തേടി എത്തിയിരിക്കും, ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കും. അന്ന് നിങ്ങൾ മറുപടിയും പറയും. പക്ഷെ അത് ഏതവസ്ഥയിലായിരിക്കും എന്ന് കാത്തിരുന്നിനെ കാണുക. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോഴത്തെ അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.